വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള, അതായത് 1201 കന്നിമാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു വാരഫലം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആഴ്ചത്തെ ഗ്രഹനില ഒന്ന് മനസ്സിലാക്കുക. നാം ഇത് വാരഫലം ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതിനാൽ മേടത്തിൽ ചന്ദ്രനുണ്ട്, 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴമുണ്ട്, 5-ാം ഭാവത്തിൽ ചിങ്ങത്തിൽ ശുക്രൻ കേതു, 6-ാം ഭാവത്തിൽ കന്നിയിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ തുലാത്തിൽ ചൊവ്വയും ബുധനും, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹുവും, 12-ാം ഭാവത്തിൽ ശനിയും. ഇവിടെ ഗ്രഹങ്ങൾക്ക് വിശേഷിച്ച മൗഢ്യങ്ങളൊന്നുമില്ല. ശനി ഇപ്പോഴും വക്രിയിലാണ്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ഈ വാരത്തേത് ചർച്ച ചെയ്യാം. ഇവിടെ ചന്ദ്രൻ ബലവാനാണ്. ചന്ദ്രൻ ബലവാനായി മേടത്തിൽ നിൽക്കുന്നു. ആ ചന്ദ്രൻ ഉച്ചത്തിലേക്ക് പോകുന്നു. അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇനി ശുക്രൻ ഏതാനും ദിവസങ്ങൾക്കകം നീചസ്ഥനായി കനിയിലേക്ക് വരും. ബുധൻ മൗഢ്യം കഴിഞ്ഞ് തുലാൻ രാശിയിൽ ചൊവ്വയോടുകൂടി ഒന്നിച്ചു നിൽക്കുന്നു. ഇതൊക്കെ നല്ല പ്രത്യേകതകളാണ്. ചൊവ്വയും ബുധനും വരുമ്പോൾ ഒരു വ്യാപാര യോഗം, വണിക് വ്യാപാരി ആവുക, ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ സംഭവിക്കും ഈ വാരത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യുകയാണ്. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ശുക്രനും കേതുവുമുണ്ട്, 2-ൽ സൂര്യൻ, 3-ാം ഭാവത്തിൽ ചൊവ്വയും ബുധനും, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ വ്യാഴം. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ചിങ്ങൻ രാശിക്കാർക്ക് ഈ വാരത്ത് ഈ ധനാധിപനും ലാഭാധിപനുമായ ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. പ്രബലഹ എന്നാണ്. ഈ വാരം അവർ പ്രബലരാകും. വണിക് മിത്രത പണ്ഡികൃത് വൃത്തിശീലോ വശിത്വം ധിയ ദുർവശാനാമുപേതി. വലിയ വ്യാപാരികളുടെ ബന്ധമുണ്ടാകാം. അതിലൂടെ തനിക്ക് ധാരാളം മെറ്റീരിയലായ സാമ്പത്തികമായ അഭിവൃദ്ധി, ഔന്നത്യം കൈവരും. ഈ വാരം വളരെയധികം നല്ലതാണ്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിന് നല്ലതാണ്. അപ്രകാരം ഏജൻസ്, അപ്രകാരം ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന ആ രീതിയിലുള്ളവർക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. 2-ൽ സൂര്യനുണ്ട്. 2-ൽ സൂര്യൻ വരുമ്പോൾ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും അവസാനം ഫലം കുറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ നീക്കുക. സന്താന വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ്. പുതിയ വിവാഹം അല്ലെങ്കിൽ വിവാഹ തീരുമാനങ്ങൾ. ലഗ്നത്തിൽ ശുക്രനാണ്. ധാരാളം പെൺകുട്ടികൾ തന്നെ സൗഹൃദത്തിൽ വരും. അവരുമായി വളരെ നല്ല മാനസികമായ അടുപ്പങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ നോക്കണം. കർമ്മമേഖലയിൽ ദൂരത്ത് പോയാൽ ധാരാളം പെൺസുഹൃത്തുക്കൾ വരും. അവരുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ താൻ ഇമോഷണലാകാതെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാം. അത് ദാമ്പത്യത്തിനെ ബാധിക്കും. ഒരു സ്വകാര്യത സ്ത്രീ വിഷയത്തിൽ പുലർത്തുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ സ്ത്രീ സംബന്ധമായ അപഖ്യാതികളോ പ്രയാസങ്ങളോ ഒക്കെ വരാൻ ഈ വാരം വളരെയധികം മുന്നിട്ട് നിൽക്കും ആ ലഗ്നത്തിലുള്ള ചിങ്ങൻ രാശിയിലുള്ള ശുക്രൻ. നേത്ര സംബന്ധമായ രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വലത്തേ കണ്ണ്. അപ്രകാരം തന്നെ വയറിന് പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പൈൽസിൻ്റെ അസ്വസ്ഥത വളരെയധികം വരും. ഉദരരോഗം വന്ന് പൈൽസിൻ്റെ അസ്വസ്ഥതകൾ വരുന്ന വാരമാണെന്ന് അറിയുക. പല്ലുകൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടുന്ന സമയമാണെന്നും കൂടി അറിയണം. എങ്കിലും 9-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഒരു പരിധിവരെ നല്ല ശമനത്തെ പ്രദാനം ചെയ്യും. സൗഭാഗ്യാത്മക മിത്രബന്ധു ധനഭാഗ്, നല്ല സൗഭാഗ്യങ്ങൾ, മിത്ര ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഭാഗ്യം, ഇതൊക്കെ 9-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉണ്ടാകും. ആ ചന്ദ്രനെ രാജയോഗം കൊടുക്കുന്നുണ്ട് ആ ചൊവ്വയുടെ ദൃഷ്ടി. ഒരു ഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ആ രാശിയുടെ അധിപൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് രാജയോഗമാണ്. അതിനാൽ നന്നായി ഈ വാരം ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമാണെന്ന് അറിയുക. ഇവിടെ നിർബന്ധമായും ദാമ്പത്യ ശ്രേയസ്സിനായിക്കൊണ്ട് ഐക്യമത്യ അർച്ചന ദമ്പതികൾ തമ്മിൽ ചെയ്യുക. നാഗപ്രീതി ചെയ്യുന്നതും വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്കാരം.